60+ at ബ്രിജി കേറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബട്ടർ ചിക്കൻ ആണിത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ടമതി കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ കുറച്ച് ഉപ്പ്, കുറച്ച് ടമതി ഉപ്പിട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പൂൺ കുറച്ച് തൈര് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം അതിങ്ങനെ വെക്കണം. സോൾട്ടഡ് ആണ് എൻ്റെ ബട്ടർ. കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ മാത്രം ഇടുമ്പോൾ പെട്ടെന്ന് പുകഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇത് കൂടി ഇടുന്നത്. എന്നിട്ട് അതിൽ നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഹാഫ് ഡൺ ആയിട്ടുള്ള ഇത് ഒരു സ്ക്യൂവറിൽ കുത്തിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് കത്തിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഹോട്ടലിലത്തെ ടേസ്റ്റും മണമൊക്കെ വരും. അപ്പോൾ കുട്ടികൾ പറയും, ഓ ഇത് ശരിക്കും ഹോട്ടലിലെ പോലെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒറ്റ പാൻ ഒരു പാനിൽ ഉണ്ടാക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ആ സെയിം പാൻ തന്നെ നമ്മൾ ഇങ്ങനെ സ്ക്യൂവറിൽ നിന്ന് മാറ്റി വെച്ചത് എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ 2 മണി ഉലുവ ഇടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഇത് ആക്ച്വലി ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ ചിക്കൻ. അപ്പോൾ 1-1.5 സവാള നമ്മളിതിലേക്ക് ഇടും. ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടി ഇടണം കേട്ടോ. ഒന്ന് നന്നായിട്ട് വാടി. അപ്പോൾ നമ്മളതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ അരിഞ്ഞ് വെച്ച ഒരു ടൊമാറ്റോ ഇട്ടു. വാസ്തവത്തിൽ ടൊമാറ്റോ തിളപ്പിച്ച് തൊലി കളഞ്ഞ് അതിൻ്റെ പ്യൂരി എടുക്കണം. അങ്ങനെയൊക്കെയുള്ള ലോങ് പ്രോസസ്സാണ് ബട്ടർ ചിക്കന്. പക്ഷെ നമ്മുടെയൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി, അത് ഒരു മസ്റ്റാണ് കേട്ടോ ഇതിന്. കസൂരി മേത്തി ഇട്ടു. കുറച്ച് കാഷ്യൂ ഇട്ടു. കാഷ്യൂ ഞാൻ കുറച്ചൊന്ന് ക്രഷ് ചെയ്തതാണ്, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നമ്മുടെ മസാലകളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഓൾറെഡി മറ്റേ ചിക്കനിലുണ്ട് എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി. മല്ലിപ്പൊടി ഇടരുത് കേട്ടോ, ഇതിൽ മല്ലിപ്പൊടി ഇല്ല. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും. പിന്നീട് അതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ മസാല ഉണ്ടാക്കി വെച്ചത് അരയ്ക്കുമ്പോൾ നമ്മൾ ഭയങ്കര ചൂടോടെ അരയ്ക്കരുത് കേട്ടോ, അത് 4 പാടും തെറിക്കും. അങ്ങനെ മസാല എല്ലാം കൂടെ ഇതിലേക്ക് നന്നായിട്ടിട്ട് കുറച്ച് അരച്ചതിൻ്റെ കുറച്ച് വെള്ളം ചുറ്റുന്നത്. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കളറിടാത്തതുകൊണ്ട് അങ്ങനെ വലിയ കളറൊന്നുമില്ല. എന്നിട്ടൊന്ന് ആ ചിക്കൻ നമ്മൾ സ്ക്യൂവറിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇടും. ഇതിലേക്കിട്ട് ഒന്ന് കുറച്ച് ക്രീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് കസൂരി മേത്തി അതിൻ്റെ മേലെ ഇട്ടു. ശരിക്കും